ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതിയും ഋതികയും തമ്മിൽ കണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയ പ്രതാപൻ ഋതികയെ കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ ആകെ വിഷമിച്ച് ഋതിക ഇങ്ങനെ നിൽക്കുവാണ്. യാമിനി ഋതികയോടും രാജുവിനോടും പറയുന്നു, വാ മക്കളെ അകത്തോട്ട് പോകാം എന്നും പറഞ്ഞ് യാമിനി അവരെയും കൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. ജഗന്നാഥനെ കൊന്നത് ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ പ്രതാപൻ തീർത്തും പറഞ്ഞത് കേട്ട് അംബിക ആകെ അമ്പരന്ന് ഫയന്ന് നിൽക്കുക. എടാ മോനെ, ടെൻഷൻ ആയല്ലോടാ എന്നിങ്ങനെ അംബിക ദീപക്കിനോട് പറയുക. ഇനി നമ്മളകത്താവുമോ മോനെ? നമ്മളകത്താകില്ല, അമ്മയകത്താകും. അമ്മയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ CIയുടെ കാര്യമേ ആദ്യം തന്നെ ഡീൽ ചെയ്തില്ലെങ്കിൽ അയാളുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേക്കും. അങ്ങനെ അയാൾ മീഡിയയോടും പോലീസിനോടും ഒക്കെ പറയും. അയാളുടെ കാര്യം പരിഹരിച്ച് അയാളെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ അമ്മയുടെ പുന്നാര അനിയൻ്റെ കൈകൊണ്ടായിരിക്കും അമ്മയുടെ അന്ത്യം. ദീപക് അങ്ങനെ അമ്മയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ അകത്തോട്ട് കയറി അങ്ങ് പോയി. രാജുവും ഋതികയും അവരുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. രാജുവാണെങ്കിൽ ഋതികയുടെ കവളിനിങ്ങനെ തലോടിയിട്ടിങ്ങനെ നോക്കുമ്പോൾ ഋതിക ചോദിക്കും, എന്താ രാജു ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഋതുവിനെ തൊട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചായി പോയി. അപ്പോൾ അതുവഴി ദീപക് പോകുന്നുണ്ട്. ദീപക് രാജുവിൻ്റെ ഋതികയുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് അവരുടെ മുറിയുടെ ആ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ അവൻ ചെവി വെച്ചുകൊണ്ട് നിൽക്കുവാണ്. ഋതിക പറയുക, പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും രാജു എന്നെക്കൊണ്ട് അവരെ തിരിച്ചടുപ്പിച്ചല്ലോ. എന്നാലും മുറിവുകൾ മുറിവ് തന്നെയാണ് ഋതു. എൻ്റെ ഋതുവിനെ അവർ ലോക്കപ്പിലും ജയിലിലും ആക്കിയില്ലേ? ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെയൊക്കെ എനിക്കറിയാം. അവന്മാരെ ഒറ്റ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഋതുവിനെ ഇത് ചെയ്തവർ എൻ്റെയും വർമ്മ സാറിൻ്റെയും മനസ്സിലേക്ക് തീ കനലുകളാണ് കോരിയിട്ടിരിക്കുന്നത്. അതിങ്ങനെ കിടന്ന് ജ്വലിക്കുവാണ്. അവർ പറയുന്നതൊക്കെ ദീപക് ഇങ്ങനെ ഒട്ടി നിന്ന് കേൾക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ നോക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. രാജു ആവേശത്തോടെ പറയുക, ആ കനൽ ഇന്നല്ലെങ്കിൽ നാളെ കത്തും. ആ തീയിലിട്ട് ഞാൻ എൻ്റെ ഋതുവിനെ വേദനിപ്പിച്ചവരെ കത്തിച്ചു കളയും. എന്തായാലും വർമ്മ സാറും അവരെ വെറുതെ വിടില്ല എന്നിങ്ങനെ രാജു ഋതികയോട് പറഞ്ഞിട്ട് ഋതിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ദീപക് അതെല്ലാം കേട്ടിട്ട് പതുക്കെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഈ സമയത്ത് അംബികയാണെങ്കിൽ അവിടെ മുറിയിലിരുന്നുകൊണ്ട് ഓരോന്നും ആലോചിക്കുക. അന്ന് ജഗന്നാഥനെ ഷൂട്ട് ചെയ്ത ആ സീനൊക്കെ ഓർക്കുവാണ്. ഋതികയോട് പ്രതാപൻ പറഞ്ഞിരുന്നത്, ശരിക്കുള്ള പ്രതി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. പലരുടെയും പൊയ്മുഖങ്ങൾ എനിക്ക് എടുത്തു മാറ്റണം. പ്രതാപന പറഞ്ഞതൊക്കെ ഇങ്ങനെ അംബികയെ ഓർത്തോണ്ട് നിൽക്കുമ്പോൾ ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക് അംബികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, അമ്മേ, പണിയെ പാൽപ്പായസത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ സംശയം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പാമ്പിനെ നോവിച്ച് വിട്ടതുപോലെയായി. കടിയേറ്റ മൂർഖൻ എന്നെങ്കിലും പ്രതികാരം വീട്ടാതിരിക്കുവോ? ആ ഋതികയ്ക്ക് കിട്ടിയ അടികളൊന്നും അത്ര നിസ്സാരമല്ല. അടികൊണ്ടിരിക്കുന്ന ഋതികയ്ക്കാണെങ്കിൽ നൊന്തതേ മറ്റു രണ്ടു പേർക്കുവാ, രാജുവിനും വല്യമ്മാവനും. അവരുടെ ഹൃദയത്തിലിട്ട ആ അടിയേറ്റിരിക്കുന്നത്. അത് കേട്ടിട്ട് അംബിക ചോദിക്കുക, നീ എന്തൊക്കെയാടേ പറയുന്നത്? അമ്മേ, നമ്മൾ സൂക്ഷിച്ചു കണ്ട് നടക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞത്. ഞാനൊരു വാണിംഗ് തരുവാ അമ്മയ്ക്ക്. ജഗന്നാഥനെ കൊന്നത് എന്തായാലും ഋതികയല്ലെന്ന് തെളിഞ്ഞല്ലോ. അതുകൊണ്ടൊന്നും തീരുന്നില്ല രാജുവിൻ്റെയും വല്യമ്മാവൻ്റെയും അന്വേഷണം. പത്മാവതിയും ഋതികയും രാജുവും കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ജഗന്നാഥൻ വെടിയേറ്റ് മരിച്ചത്. എന്തിനാണ് അയാളെ ആ സമയത്ത് കൊന്നതെന്ന് വല്യമ്മാവൻ ഉറപ്പായിട്ടും ചിന്തിക്കും. കൊന്നവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് വല്യമ്മാവൻ പിടിപ്പിക്കുകയും ചെയ്യും. അതെന്തായാലും ഉറപ്പാണ്. അതുകൊണ്ടേ അമ്മയൊന്ന് സൂക്ഷിച്ചോ. എടാ ദീപക്കെ, ഞാൻ ഓൾറെഡി വല്ലാത്തൊരു ടെൻഷനിലാണ്. നീ എന്നെ പേടിപ്പിക്കാതെ നിന്റെ കാര്യം നോക്കി പോടാ. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് പിടിക്കത്തില്ലല്ലോ. അപ്പോഴേ കുറേ നാൾ അകത്ത് കിടക്കുമ്പോൾ പഠിക്കും. ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ദീപക് പറയാം, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്, ഞാനെന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് ദീപക് അവിടെ നിന്ന് അങ്ങ് പോന്നു. കൂടെ നിന്ന മകനും കാലുവാരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അംബിക, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. യാമിനിയാണെങ്കിൽ ഋതികയ്ക്ക് സ്നേഹത്തോടെ ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുവാണ്. ഋതിക പറയുക, ഇത്രയും നേരം ഞാൻ അനുഭവിച്ച വേദനയൊക്കെ ഈ ഒരു നിമിഷം കൊണ്ട് മാറി ചെറിയമ്മേ. യാമിനി സങ്കടത്തോടെ ചോദിക്കുന്നു, എൻ്റെ മോള് ജയിലിൽ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ. അതൊക്കെ ഞാൻ അനുഭവിക്കണമെന്ന് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ചെറിയമ്മേ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. അപ്പു ചോദിക്കുക, ജയിലിൽ ആരെങ്കിലും എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചോ? ജയിലിലുള്ള ഉപദ്രവം പോലീസ് ലോക്കപ്പിലായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ ആ ഗുണ്ടികളെ ഋതികയെ ജയിലിട്ട് കണ്ടമാനം ഉപദ്രവിച്ചു. അതൊക്കെ ഋതിക അവരോട് പറയുവാണ്. അതൊക്കെ കേട്ട് സങ്കടത്തോടെ യാമിനി പറയാം, പോട്ടെ മോളെ, ഇതൊക്കെ ചെയ്തവരും ചെയ്യിപ്പിച്ചവരും അനുഭവിക്കാനും കിടക്കുന്നതേ ഉള്ളൂ. യാമിനി ഇങ്ങനെ ഋതികയ്ക്ക് ആഹാരം വാരി വായി വെച്ച് കൊടുക്കുക. അപ്പോൾ ഋതിക ചോദിക്കുന്ന, അപ്പു, നിനക്കിത് കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ട്? എന്താ ചേച്ചി, എൻ്റെ അമ്മ ചേച്ചിയുടെ അമ്മയല്ലേ? യാമിനി ശേഖരവർമ്മയ്ക്ക് 2 മക്കളാണ്, ഋതികയും ഈ അപ്പുവും.
അയ്യോ, പത്മേടത്തി ഇത് കേട്ടാൽ ദേഷ്യപ്പെടുമായിരിക്കും. അല്ല മോളെ, പത്മേടത്തിയെ കണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മ ഇത്രയും കാലം എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ചെറിയമ്മേ. അങ്ങനെ ഋതികയും പത്മയും കണ്ടതെല്ലാം ഋതിക പറയുവാണ്. ഋതിക അവളുടെ അമ്മയുടെ മടിയിൽ കിടന്നതും ഋതികയ്ക്ക് വേണ്ടി പത്മാവതി വാങ്ങിക്കൂട്ടി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും എല്ലാം ഋതിക ഇങ്ങനെ പറയുവാണ്. ഋതിക എങ്ങനെ ആ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ യാമിനി പറയാ, അയ്യോ പത്മേടത്തി എനിക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് കേട്ടിട്ട് അപ്പു പറയാം, എനിക്കും കാണണം. മകളെ കാണാഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ജീവിച്ചതല്ലേ എൻ്റെ വല്യമ്മ. അതിനെന്താ അപ്പു, നമുക്ക് അമ്മയെ പോയി കാണാം. യാമിനി ഇങ്ങനെ ഋതികയ്ക്ക് ആഹാരം വാരി കൊടുക്കുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ കേട്ട് രാജു ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ യാമിനി ചോദിക്കുന്നു, രാജു എന്താ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എന്ത് മിണ്ടാനാ, ഇതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് രാജു അവിടുന്ന് പോന്നു. അപ്പു പറയുക, എങ്ങനെയൊക്കെ ആരൊക്കെ ചേച്ചിയെ ഉപദ്രവിക്കാൻ നോക്കിയാലും രാജുവേട്ടൻ ഒരു മതില് പോലെ ചേച്ചിക്ക് മുന്നിലില്ലേ, പിന്നെ എന്തിനാ എൻ്റെ ചേച്ചി പേടിക്കുന്നത്? രാത്രിയിൽ പ്രതാപൻ ഇങ്ങനെ വിഷമിച്ച് കട്ടിലിരിക്കുവാണ്. ശേഖരൻ എന്തോ ഗുളികകളൊക്കെ എടുക്കുന്നുണ്ട് പ്രതാപന് കൊടുക്കാൻ വേണ്ടി. ഇതാ ചേട്ടാ എന്നും പറഞ്ഞ് ഗുളിക കൊടുക്കുമ്പോൾ പ്രതാപൻ അത് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഖരനോട് സങ്കടത്തോടെ പറയുക, എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ ഉപദേശിക്കുവാണെന്ന് ചേട്ടൻ കരുതരുത്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചേട്ടനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ചേട്ടൻ ഇങ്ങനെ ഒരു രോഗിയായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴിത് പറയുന്നത്. എന്ത് കാര്യം വന്നാലും ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കരുത്, ദേഷ്യപ്പെടുകയും ചെയ്യരുത്. ശേഖര, ഇതൊക്കെ പറയാൻ എളുപ്പമാ, പ്രാക്ടിക്കലാകാൻ വലിയ പാടാ. വികാര വിചാരങ്ങളില്ലാത്ത ജീവിയാണോ മനുഷ്യൻ? നമുക്കിഷ്ടമുള്ളത് കേൾക്കുമ്പോഴും ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോഴും ഒക്കെ അതിൻ്റെതായ ഫീലിങ്സുകൾ ഉണ്ടാകും. അതൊന്നും എൻ്റെ ചേട്ടൻ മൈൻഡ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിനക്കങ്ങനെയൊക്കെ പറയാൻ ശേഖര, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനൊന്നിനും ഉത്തരം കിട്ടാതെ എനിക്ക് സമാധാനമില്ല, എൻ്റെ ടെൻഷനും മാറില്ല. എൻ്റെ ചേട്ടനെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും, പ്രത്യേകിച്ചും ചേട്ടൻ്റെ മോളും മരുമോനും. ഇതുപോലെ സ്നേഹനിധികളായ ഒരു മകളെയും മരുമകനെയും കിട്ടിയ ചേട്ടൻ എത്രയോ വലിയ ഭാഗ്യവാന്. ഈ സമയം രാജു പ്രതാപനെ കാണാൻ വേണ്ടി മുകളിലോട്ട് കയറി വരുന്നുണ്ട്. പ്രതാപൻ ഒരു ഇഷ്ടക്കുറവോടുകൂടി ശേഖരനോട് പറയാ, സ്നേഹനിധികൾ, അക്കാര്യമൊന്നും പറയാതിരിക്കുന്ന ശേഖര നല്ലത്. ഇനി നീയും ഞാനും തമ്മിൽ വെറുതെ ഒരു തർക്കം വേണ്ട. ഞാനങ്ങനെ പൊസസീവൊന്നും അല്ല, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. പ്രതാപൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശേഖരൻ നോക്കുമ്പോൾ പ്രതാപൻ്റെ മൂക്കിൽ കൂടെ ചോര വരുന്നുണ്ട്. ചേട്ടാ, വീണ്ടും ചോര വരുന്നുണ്ട്. ശേഖരൻ പെട്ടെന്ന് അവിടുന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ മൂക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് രാജു ആ റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തോട്ട് വരിക. ശേഖരൻ കണ്ടിട്ട്, ചേട്ടാ വേണ്ട രാജു എന്നിങ്ങനെ പറയുവാണ്. രാജു അങ്ങോട്ട് വരുന്നത് കണ്ട് പ്രതാപനും ശേഖരനും ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജു അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, ചില കാര്യങ്ങൾക്കൊക്കെ ചില ക്ലാരിറ്റി വരുത്താനുണ്ട്. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. അതിന് ഋതികയുടെ കാര്യമാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. സാറ് ദയവായി കേൾക്കണം. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോയതാ സാറേ. അതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട്. അത് സാറിനോട് തുറന്ന് പറയാനുള്ളൊരവസരം സാറ് ഞങ്ങൾക്ക് തരണം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ മാറ്റർ സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല. നീയും എൻ്റെ മകളും ചേർന്ന് എന്നെ ചതിച്ചു. അത് കേട്ടിട്ട് ശേഖരൻ പറയാ, ദേഷ്യമുണ്ടെന്ന് കരുതി അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. രാജു അത്തരക്കാരനൊന്നുമല്ല. എന്താ ശേഖര, നിന്റെ അഭിപ്രായം വല്ലതും ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. വിശ്വാസവഞ്ചന കാണിക്കുന്ന ആരെയും എനിക്കിഷ്ടമല്ല. അത് കേട്ടിട്ട് രാജു ആകെ അമ്പരന്നിട്ട് ചോദിക്കുക, സാർ എന്തൊക്കെയായി പറയുന്നത്? സാറിനോട് ഞാൻ എന്ത് വിശ്വാസവഞ്ചന കാണിച്ചു? സാറിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാൻ ഇത്രയും പറയുമ്പോഴേ പ്രതാപൻ ചാടിയങ്ങ് എണീറ്റിട്ട്, മതി, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അവരെല്ലാവരും ചേർന്ന് എൻ്റെ ചങ്കിൽ കത്തി കൊണ്ട് കുത്തി. സാർ ഞാൻ എന്നിങ്ങനെ രാജു പറയുമ്പോൾ, വേണ്ട, എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകിപ്പോയെന്ന് മാത്രം എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ സ്വരം ഇടറുന്നുണ്ട്. സാറ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തായാലും ആ തെറ്റിദ്ധാരണ മാറിയേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താടാ, ഞാൻ മലയാളത്തിലല്ലേടാ നിന്നോട് പറഞ്ഞത്? ദേഷ്യത്തോടാണ് പ്രതാപൻ രാജുവിനോട് പറയുന്നത്. എൻ്റെ മനസ്സിന് കുറച്ച് സ്വസ്ഥത വേണം, ഒന്ന് ഇറങ്ങിപ്പോവാ ഇവിടുന്ന് നിനക്ക്. രാജു സങ്കടത്തോടെ പറയാ, സാർ എന്നും എൻ്റെ മനസ്സിൽ ദൈവമാണ്. ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. വെറുപ്പോടെ സാർ എന്നെ നോക്കുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാർ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജു പ്രതാപൻ്റെ കാൽക്കലോട്ട് വീഴുവാണ്. എന്നോട് ക്ഷമിക്കണം സാർ, എന്നെ ശല്യം ചെയ്യാതെ നിനക്കൊന്ന് പോകാവോ? കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാജുവിനെ നോക്കി പ്രതാപൻ പറയുക, നീ നിൻ്റെ ഭാര്യയും കൊണ്ട് നിൻ്റെ വീട്ടിലോട്ടൊന്ന് പോ, എനിക്കല്പം സമാധാനം വേണം. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ രാജു കരഞ്ഞുകൊണ്ട് പ്രതാപനെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോവുകയാണ്. ശേഖരൻ പറയുക, വളരെ മോശമായി പോയി ഏട്ടാ,
ചേട്ടൻ സുഖമില്ലാത്ത ആളാ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശേഖരനും അവിടുന്ന് പോവുകയാണ്. പ്രതാപൻ ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ പോയി പ്രതാപനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഋതിക അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പു ഇനി എന്നാ സ്കൂളിൽ പോകുന്നത്? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ നാളെ പോകുന്നുള്ളൂ. അപ്പു വേണ്ടേ, ക്ലാസ് ഒന്നും കട്ട് ചെയ്യരുത് കേട്ടോ. ഇല്ല ചേച്ചി. അംബികയെ ഒളിച്ചു നിന്ന് അവരിങ്ങനെ നോക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയാം, ആ ചെറിയവൾ എനിക്കിട്ടൊരു പാരയാ, ഇവളെ സ്കൂളിൽ ഒതുക്കാൻ എന്താ ഒരു പ്ലാന്. അപ്പോൾ രാജു അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഋതിക രാജുവിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നു, എന്താ രാജു മുഖം അല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ഋതു. അല്ല രാജു, മുഖം അല്ലാതെ വാടിയിരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. ഒന്നുമില്ല ഋതു, നമുക്ക് പോകാം. പോകാനോ ഈ രാത്രിയിലോ? അപ്പു ചോദിക്കുക. അതൊന്നും പറ്റില്ല രാജുവേട്ടാ. ഇല്ല അപ്പു, പോണം. രാജു നാളെ പോയാൽ പോരെ എന്നിങ്ങനെ യാമിനി ചോദിക്കുമ്പോൾ, അത് പറ്റില്ല മാഡം, ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതല്ലേ. വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും കാത്തിരിക്കുക. അംബിക അവിടെ നിന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുക, ഇവൻ്റെ മുഖം കണ്ടാലറിയാം പത്മയുമായിട്ട് ചങ്ങാത്തം കൂടിയന് പ്രതാപൻ ഇവനെ എടുത്തിട്ട് അലക്കി കാണും. അതൊന്നും കൊണ്ടല്ല രാജുവേട്ടൻ പോകാൻ ധൃതി വെക്കുന്നത്. രാജുവേട്ടൻ എന്തോ ഒരു മൂഡൗട്ട് പോലെ. അപ്പു രാജുവിനോട് പറയുക, അംബിക അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് രാജു കണ്ടു. ഈ വിഷനാഗം അവിടെ ഒളിഞ്ഞു നിൽക്കുക എന്താണെന്നറിയാൻ വേണ്ടി. പെട്ടെന്ന് രാജു ചിരിച്ചോണ്ട് പറയാ, എനിക്ക് മൂഡൗട്ടൊന്നുമല്ല, പലരും ചേർന്ന് കെണിയൊരുക്കിയതേ, അതിൽ നിന്ന് ജയിച്ചു വന്നതൊക്കെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ കൂടെ പങ്കുചേരണ്ടേ. എന്നാലേ വാ ഋതു പോകാം എന്നിങ്ങനെ ഋതിയെ വിളിക്കുമ്പോൾ യാമിനിയും ഋതികയും കാണുന്നുണ്ട് അംബിക അവിടെ മറഞ്ഞു നിൽക്കുന്നത്. അംബികയും അവരെ കണ്ട് അംബിക പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അപ്പു വന്നിട്ട് പറയാം, അപ്പോഴത് ശരി, എന്നാ നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ രാജുവും ഋതികയും അവിടുന്ന് പോവുകയാണ്. അംബിക റൂമിൽ വന്നിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഒരു കാര്യം സത്യമായി, പ്രതാപനും അവനും തമ്മിൽ തെറ്റി. ഈ അവസരം എങ്ങനെ മുതലെടുക്കണമെന്ന് ആ കള്ളി അംബിക ഇങ്ങനെ ആലോചിച്ച് വളരെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ആ രാത്രിയിൽ രാജുവും ഋതികയും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് പ്രതാപവർമ്മ മുകളിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. രാജുവും ഋതികയും പോയതിനു ശേഷം പ്രതാപൻ ഇങ്ങനെ വിഷമത്തോടെ ചേറിൽ വന്ന് തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ ശേഖരൻ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ചേട്ടാ ആ പാവത്തിനെ കരയിപ്പിച്ച് വിട്ടിട്ട് ചേട്ടൻ എന്തിനാ പിന്നെ ഇങ്ങനെ വിഷമിക്കുന്നത്? ശേഖരൻ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തോ പറയണമെന്നറിയാതെ പ്രതാപൻ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനും രാജുവും തമ്മിൽ തെറ്റിയെന്ന് മനസ്സിലാക്കിയ അംബിക ഇനി എന്തൊക്കെയാണ് പ്രതാപൻ്റെ മനസ്സിലോട്ട് കുത്തി നിറയ്ക്കാൻ പോകുന്ന വിഷം, അതൊക്കെ രാജുവും ഋതികയും എങ്ങനെ കൈകാര്യം ചെയ്യും? അതെല്ലാം അംബികയുടെ നേർക്കുള്ള അമ്പുകളായിട്ട് ഋതികയും രാജുവും തിരിച്ചു കൊടുക്കും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.